നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ടെൻഷൻ ആവണ്ട, മിക്കവാറും അത് മാനേജർ എടുത്തിട്ടുണ്ടാവും. ഏതായാലും നാളെ ഞാൻ കറക്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. കഴിച്ചില്ല ഇതുവരെ? അയ്യോ സോറി, കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റേ. കയ്യൊന്ന് വാഷ് ചെയ്യാൻ പോയതാ. ഞാൻ വരത്തരാം. ആ കുഴപ്പമില്ലല്ലോ. സച്ചേട്ടൻ ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നുവെച്ചാ ഞാൻ വാരിത്തരുന്നത് ഇഷ്ടമല്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല, വെറുതെ സച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. താൻ കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്. കഴിച്ചേ. മൂന്ന് ചപ്പാത്തിയേ ഉള്ളൂ. ഇത് മുഴുവനും കഴിക്കണം. മുഴുവനോ? ആ പിന്നല്ലാതെ. ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാ, കഴിച്ചേ പറ്റൂ. ദാ കഴുകി. സോറി, ഞാനിടയ്ക്ക് അമിതാധികാരം കാണിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഉള്ളിലുള്ള ദേഷ്യം വെറുപ്പൊന്നും അത്ര പെട്ടെന്ന് പോകില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്കില്ലാതെ പോയി. തന്നിലുള്ള നന്മകളൊന്നും ഇത്രയും നാൾ കാണാതെ പോയതും അംഗീകരിക്കാതെ പോയതൊക്കെ എന്റെ വീഴ്ചകളാണ്. തന്നോട് സ്ഥായിയായ ഒരു സ്വഭാവം പോലും വെച്ചു പുലർത്താൻ കഴിയാത്ത ഞാൻ ഒരുപിടി ഭക്ഷണം വാരിത്തരുന്നതില് എന്ത് സ്നേഹം അല്ലേ? തന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതൊരു തരം ക്ലീശയായിട്ട് എനിക്ക് തോന്നുന്നു. സോറി. കഴിഞ്ഞോ സച്ചേന്റെ ആവലാതികളും നിഗമനങ്ങളും ഒക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നേ? സങ്കടമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സച്ചേൻ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങ് ആവിയായിപ്പോവും. പകരം മഞ്ഞുതുള്ളികൾ പോലെ സന്തോഷം പെയ്തിറങ്ങും. അത് സച്ചേൻ അറിയില്ലല്ലോ. എൻ്റെ പിണക്കങ്ങൾക്ക് അത്രേ ആയുസേ ഉള്ളൂ. സച്ചേന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് സച്ചേൻ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സച്ചേന് കഴിയും. എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ മതി സച്ചേട്ട. ആഹാരം കൊണ്ട് വയറ് നിറയുന്നതിനേക്കാൾ. ആഹാരം കൊണ്ട് വയറ് നിറഞ്ഞാലേ ആരോഗ്യം കാണും. ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവും. എല്ലാം ഒന്നിനോടൊന്ന് ഇണങ്ങിക്കിടക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.